എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 35-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും കഥയുടെ ഓരോ ഭാഗം നമുക്ക് കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. മരുതുമലയുടെ അടിവാരത്തായിട്ടായിരുന്നു നെല്ലിമറ്റത്തിൽ മത്തനും ഭാര്യയായ ആനിയമ്മയും താമസിച്ചുകൊണ്ടിരുന്നത്. കുടിയേറ്റ കാലത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അവരവിടെ എത്തിയത്. അതും കയ്യിൽ വളരെ കുറച്ചു പണവുമായി. നാട്ടിൽ നിന്ന് പോന്നപ്പോഴേ മത്തൻ തീരുമാനിച്ചതാണ് ചെല്ലുന്ന സ്ഥലത്ത് കൂലിപ്പണി എടുത്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന്. അതിനുകൂടി സൗകര്യമുള്ളതും നേരത്തെ മുതലേ ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നതുമായ ഒരു സ്ഥലം നോക്കി വന്നതാണ് മരുതുമലയിലേക്ക്. അവർക്ക് ആകപ്പാടെ വാങ്ങാൻ കഴിഞ്ഞത് 2 ഏക്കർ സ്ഥലം മാത്രമാണ്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കഴിഞ്ഞു പോകാൻ സാധിക്കാത്തതുകൊണ്ട് അന്നു മുതൽ തൊട്ടടുത്തുള്ള ജന്മിയുടെ റബ്ബർ തോട്ടത്തിൽ മത്തൻ ടാപ്പിങ്ങിന് പോകാൻ തുടങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് പോയി ചെത്തിവെക്കുന്നത് മത്തനാണ്. പാലെടുക്കാൻ സമയമാകുമ്പോഴേക്കും ആനിയമ്മയും കൂടെ ചെല്ലും. അങ്ങനെ 2 പേരും കൂടി പണിയെടുത്ത് സുഖമായി താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 4-5 വർഷമായിട്ടും തങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗമുണ്ടായിട്ടില്ല എന്നതായിരുന്നു അവരുടെ സ്വകാര്യ ദുഃഖം. അതിനായി അവർ ദൈവത്തോട് നിത്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൽ കൂടുതലായി എന്തെങ്കിലും ചെയ്യാനുള്ളതായി അവർക്ക് അറിയുകയുമില്ലായിരുന്നു. 2 പെണ്ണുങ്ങൾ കണ്ടാൽ അവർ ആദ്യമേ ചോദിക്കാറുള്ള ചോദ്യം നിനക്കെത്ര മക്കളുണ്ട് എന്നായിരിക്കുമല്ലോ. ഒരു ചോദ്യവും കൂടിയെങ്കിലും അത് കഴിഞ്ഞ് ചോദിക്കും. അതിൽ ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര എന്ന്. അതോടെ 2 പേരും സംസാരം അങ്ങ് തുടങ്ങുകയായി. ആനിയമ്മയെ കാണുന്ന പെണ്ണുങ്ങളൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ പിള്ളേരുടെ എണ്ണം ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇതുവരെയും കുട്ടികളാകാത്തത് എന്ന് ചോദിക്കുന്ന ചിലരുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് കുറേ പേരൊക്കെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ മച്ചിയായ അവളോട് എന്തിനു വെറുതെ വിശേഷങ്ങൾ ചോദിച്ചു സമയം കളയുന്നു എന്ന ഒരു മനസ്ഥിതിയായിരുന്നു അമ്മമാരായ പെണ്ണുങ്ങൾക്ക്. അതോടെ അവർ ചോദ്യം നിർത്തിയാലും ആനിയമ്മയുടെ മനസ്സിലെ ആഗ്രഹമില്ലാതെ ആയില്ല. അവരുടെ ദുഃഖം ഒഴിവായതുമില്ല. ദൈവം മക്കളെ നൽകി അനുഗ്രഹിക്കുന്നത് ഇന്ന സമയത്ത് എന്നൊന്നുമില്ലല്ലോ. മരുതുമലയിൽ വന്ന് താമസം തുടങ്ങി 5 വർഷമായി. അപ്പോഴാണ് മത്തനും ആനിയമ്മയും കൂടി തങ്ങളുടെ ദുഃഖം ദൈവത്തെ നേരിട്ടറിയിക്കാൻ വേണ്ടി കുറച്ചകലെ ഒരു സ്ഥലത്ത് ധ്യാനത്തിന് പോയത്. ഒരാഴ്ചത്തെ കുടുംബ നവീകരണ ധ്യാനം കൂടി തിരിച്ചു വന്നതോടെ അവർ 2 പേരും കുട്ടികളില്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കാതെ സന്തോഷകരമായ ജീവിതം നയിച്ചു തുടങ്ങി. പിന്നെയും കുറച്ചുനാൾ കൂടി മുന്നോട്ട് പോയി. ഇടയ്ക്കെപ്പോഴോ ആനിയമ്മ ഗർഭിണിയായി. അവരുടെ ദുഃഖം ദൈവം കണ്ടു എന്നും അവർക്കും ഒരു കൺമണിയെ നൽകും എന്നും അവർക്ക് 2 പേർക്കും ബോധ്യമായി. അതോടെ ആ കുടുംബത്തിൽ കൂടുതൽ സന്തോഷം അലയടിച്ചു. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് നീങ്ങി. മത്തൻ ചേട്ടനും ആനിയമ്മയ്ക്കും ഉണ്ടായ മകന് അവർ പേര് കൊടുത്തത് സിജോ എന്നായിരുന്നു. പേര് അങ്ങനെയാണെങ്കിലും അവനെ വിളിച്ചുകൊണ്ടിരുന്നത് കിച്ചു എന്നായിരുന്നു. അവൻ്റെ പേര് സിജോ എന്നാണെന്നറിയാവുന്ന വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അവനെ അറിയുന്നത് കിച്ചു എന്നായിരുന്നു. എല്ലാവർക്കും കിച്ചുവിനെ വളരെ ഇഷ്ടമാണ്. അവനും അങ്ങനെ തന്നെ. എല്ലാവരോടും ചിരിച്ചു കളിച്ച് സന്തോഷവാനായി നടക്കുന്ന അവനെ എല്ലാ അമ്മമാരും ഇഷ്ടപ്പെട്ടു. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ തറയിലൂടെ നടക്കണം എന്ന് വിചാരിച്ചാലും അമ്മമാർ സമ്മതിക്കില്ല. ആൾക്കാർ മാറി മാറി എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കും. അവൻ അവസാനം നിർബന്ധിച്ച് തറയിലിറങ്ങി പിച്ച വെച്ച് നടക്കും. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ജന്മിയുടെ പറമ്പിലെ റബ്ബറെല്ലാം ചെത്തി തീർന്നു. അവസാനം റീപ്ലാന്റ് ചെയ്യാനായി മരം മുറിച്ചു മാറ്റി. ഇനി കുറേ നാളത്തേക്ക് മത്തന് കാര്യമായ പണിയൊന്നുമില്ല. മറ്റൊരു പണി അന്വേഷിക്കേണ്ടി വരുമല്ലോ എന്നാലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തായി ഉണ്ടായിരുന്ന ഒരു തോട്ടത്തിലേക്ക് പണിക്കായി അയാളെ വിളിച്ചു.
എന്തായാലും ഈ അടുത്ത സാഹചര്യങ്ങളിൽ ടാപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം മഴക്കാലം ആരംഭിച്ചിരുന്നു. റബ്ബർ തോട്ടത്തിലാണെങ്കിൽ പ്ലാസ്റ്റിക് ഇട്ടതുമല്ല. അതുകൊണ്ട് മഴ തെളിയട്ടെ, അപ്പോൾ മാർക്കിടാം എന്ന് പറഞ്ഞ് മത്തൻ അന്ന് അവിടെ നിന്നും പോന്നതാണ്. ടാപ്പിംഗ് തുടങ്ങുന്ന അത്രയും കാലത്തേക്ക് എന്തെങ്കിലും പണിയില്ലാതെ പറ്റില്ലല്ലോ. അങ്ങനെ വിഷമിച്ച് നടന്നപ്പോൾ മരുതുമലയിൽ നിന്നും കൂട്ടുകാരൻ മമ്മദാണ് പറഞ്ഞത്, എടാ മത്ത, നിനക്ക് ഒഴിവാണെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ പോരെ, മരം മുറിക്കുന്ന പണിയെടുക്കാം. ദിവസം 500 രൂപ എന്തായാലും കിട്ടും, ചിലപ്പോൾ അതിലും അല്പം കൂടുതൽ. അത് നല്ല കാര്യമാണല്ലോ എന്ന് മത്തന് തോന്നി. ആഴ്ചയിൽ 3000 രൂപ കിട്ടും. ഞായറാഴ്ച പള്ളിയിൽ പോകാനായി ഒഴിവും കിട്ടും. സുഖമായി വീട്ടുചെലവ് നടന്നു പോകും. ഒരു 500 രൂപയെങ്കിലും ആഴ്ചയിൽ ബാക്കി വരുത്താനും കൂടി കഴിയും. കൊച്ചു വളർന്നു വരുമ്പോൾ അവൻ്റെ പഠനത്തിനും മറ്റുമായി കുറച്ച് പണം വേണ്ടതല്ലേ. അതിനായിട്ട് ഇപ്പോൾ കൂടുതൽ കഷ്ടപ്പെട്ടാലും സാരമില്ല. സ്ഥിരമായി പണി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ വരാം മമ്മദേ, നാളെ മുതൽ തന്നെ വന്നേക്കാം. പക്ഷേ എനിക്ക് പണിയൊന്നും നന്നായി അറിയത്തില്ല കേട്ടോ. കുറേ നാൾ മുമ്പ് എപ്പോഴോ കുറച്ച് നാൾ വാള് പിടിച്ചത് മാത്രമേ ഉള്ളൂ പരിചയം. ഇപ്പോഴും പറ്റുമോ എന്നറിയില്ല. ഒട്ടും പരിചയമില്ലാത്തവർ പോലും വന്നിട്ട് 2-3 ദിവസം കൊണ്ട് പണി പഠിക്കുന്നു. പിന്നെയല്ലേ കുറച്ചുനാൾ മുമ്പ് പണി കുറച്ച് ചെയ്തവൻ. എടാ, ഇതൊരുമാതിരി മരം കയറ്റം പഠിക്കുന്നത് പോലെയാണ്. ഒരിക്കൽ പഠിച്ചാൽ പിന്നെ മറക്കില്ല. സൈക്കിൾ ഓട്ടിക്കാൻ പഠിച്ചാൽ പിന്നെ മറക്കുമോ? അതുപോലെ തന്നെയാണ് വാള് പിടിച്ചറുക്കാൻ പഠിക്കുന്നതും. അതുകൊണ്ട് നീ ധൈര്യമായി നാളെ തന്നെ പോരെ. രാവിലെ 7 മണിക്കായിരിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുക. അപ്പോഴേക്കും വന്നേക്കണം. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ മമ്മദിൻ്റെ കൂടെ സ്ഥിരമായി മത്തനും പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ആവുമ്പോൾ 2 പേർക്കും ഒരു കമ്പനിയായി മരം മുറിക്കൽ നടത്താം. ലോഡ് ചെയ്യലും കൂടി ആകുമ്പോൾ 500 രൂപയിലും കൂടുതൽ ദിവസവും ലഭിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരെല്ലാവരും നന്നായി പണിയെടുക്കുന്നവരാണ്. 4 പേരടങ്ങുന്ന ആ സംഘം മറ്റ് ആര് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പണി ചെയ്യും. അതുകൊണ്ട് അവർക്ക് കൂടുതൽ കൂലി ലഭിക്കുകയും ചെയ്യും. മാത്രവുമല്ല, അവരെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ മരമെടുക്കുന്നവർക്കും വളരെ ഇഷ്ടമാണ്. പറയുന്ന സമയത്തിന് ഒരു ദിവസമെങ്കിലും മുമ്പേ പണി തീർത്ത് കിട്ടും. സാധനം മുഴുവൻ ലോറിപ്പുറത്ത് കയറ്റി കിട്ടും. പിന്നെ എന്തിനു പേടിക്കണം? ലോഡിങ്ങിന് കൂലി വേറെ കൊടുക്കണമെന്ന് മാത്രം. മുറിക്കുന്നതിൻ്റെയും ലോഡ് ചെയ്യുന്നതിൻ്റെയും എല്ലാമായി നല്ലൊരു തുക പണിക്കാർ ഓരോരുത്തരുടെയും കൈകളിൽ എത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ സുഖമായി കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ആഴ്ച മുതൽ പുതിയൊരു സ്ഥലത്താണ് മരം മുറിക്കാൻ പോകേണ്ടത്. നല്ല കയറ്റപ്പുറമാണ്, വലിയ റബ്ബർ മരങ്ങളുമാണ്. ഇപ്പോൾ പണിയെടുക്കാൻ പോകാൻ തുടങ്ങിയിട്ട് കുറേ നാളായതുകൊണ്ട് മരം ഏതായാലും മമ്മദിനോ മത്തനോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. റോഡരികിലുള്ള ഒരു മരത്തിന് കയറിട്ട് മുറിക്കേണ്ടി വന്നു. മത്തൻ മരത്തിന് മുകളിൽ കയറി കയറിട്ട് താഴേക്ക് ഭാഗികമായി വലിച്ചു കെട്ടുകയും ചെയ്തു. എന്നിട്ട് 2 പേരും കൂടി ഒരു സൈഡിൽ നിന്നും വാള് വെച്ച് മുറിച്ചു. മരം മുറിഞ്ഞു വിടാനാകുന്നതിന് കുറച്ച് മുൻപേ പോയി കയറ് വലിക്കണം. അതിനായി കൂട്ടുകാരെ വിളിച്ചപ്പോൾ ഒരുത്തൻ മാത്രമാണ് വന്നത്. ആ മറ്റവൻ എന്നാടാ വരാഞ്ഞത്? നിങ്ങൾ 2 പേരും കൂടി വന്നിരുന്നെങ്കിൽ അത് കൂടുതൽ എളുപ്പമാകുമായിരുന്നില്ലേ? അവന് തോളുവേദനയാണ് പോലും, കയറ് വലിക്കാൻ പറ്റില്ലെന്ന്. മാത്രവുമല്ല, ഒരാൾ മതിയെന്നാണ് അവൻ പറഞ്ഞത്. ഒരാൾ വലിച്ചാലും മതിയാകും. ആ കണക്കൂട്ടലിലായിരുന്നു മത്തൻ കയറ് വലിക്കാൻ പോയത്. പാക്കരനും മമ്മദും കൂടി മരത്തിൻ്റെ ചുവട് മുറിച്ചു വിട്ടു. എന്നാൽ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. മത്തൻ കയറ് വലിച്ചിട്ട് മരം അങ്ങോട്ട് ചാഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഓടി മാറേണ്ടതാണ്. അതിനായി മുന്നോട്ടോടിയ അയാൾ റബ്ബർ ഇലകൾക്കടിയിൽ കിടന്ന ഒരു കമ്പിൽ തട്ടി താഴെ വീണു. അയാൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ മരം അയാളുടെ മുകളിലേക്ക് വന്നു വീണു. അലറിക്കരഞ്ഞുപോയി മമ്മദും പാക്കരനും. ആ കരച്ചിൽ കേട്ടിട്ടാണ് അവരുടെ ചങ്ങാതിയായ ദാമു ഓടി ഇറങ്ങി വന്നത്. ആർക്കും അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിൽക്കാനൊന്നും തോന്നിയില്ല. അപ്പോഴത്തെ പെട്ടെന്നുള്ള തോന്നലിൽ വടുക്കിട്ട് മരം പൊക്കി അടിയിൽ നിന്നും മത്തനെ പുറത്തേക്ക് വലിച്ചെടുത്തു. അപ്പോൾ അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. കാര്യമായി ഒന്നും പറ്റിയതായി തോന്നിയില്ല. എന്നാലും അവർ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി.
സംഭവം അവിടെ പറഞ്ഞപ്പോഴേ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാതെ പറ്റില്ല. അതിനുശേഷം മാത്രമേ ചികിത്സ കൊടുക്കാൻ പറ്റൂ. മമ്മദിൻ്റെ സ്വഭാവം അങ്ങ് മാറി. ഞങ്ങൾ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം പറഞ്ഞുകൊള്ളും. അവിടെ നിന്ന് ആരെങ്കിലും വരുവോളം ചികിത്സ നൽകാതിരിക്കാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിയും. അതുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് കടുങ്കൈയൊന്നും ചെയ്യിപ്പിക്കണ്ട എന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവനെ ചികിത്സിക്കാൻ കയറ്റിക്കൂ. ഞാൻ ആ നേരം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം പറഞ്ഞുകൊള്ളാം. വീണ്ടും മടിച്ചു നിന്ന ആശുപത്രി ജീവനക്കാരെ കൂടെയുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് ഭീഷണിപ്പെടുത്തി. അതോടെ അവർ ചികിത്സ കൊടുക്കാൻ തയ്യാറായി. മമ്മദ് എത്രയും വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ചെയ്തു. സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലേ തീരൂ. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും മത്തൻ്റെ ജീവൻ വിട്ടുകിട്ടിയില്ല. ആശുപത്രിയിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം മത്തൻ മരിച്ചു. ആനിയമ്മയെയും കിച്ചുവിനെയും അനാഥരാക്കിക്കൊണ്ട് മത്തൻ പോയി. മരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും അടുത്തുണ്ടായിരുന്നു. എന്നാലും അവർക്ക് എന്തു ചെയ്യാൻ കഴിയും? കരയാനല്ലാതെ. ആനിയമ്മയ്ക്ക് കേസുമായി മുന്നോട്ട് പോകാൻ തോന്നിയില്ല. പോകുന്നെങ്കിൽ തന്നെ ആർക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്? ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഒരു പണി തന്ന് കൂട്ടിക്കൊണ്ടുപോയ മമ്മദിനെതിരെയാണോ താൻ കേസ് കൊടുക്കേണ്ടത്? അതോ ജീവന് തുല്യം മത്തൻ സ്നേഹിച്ചിരുന്ന പാക്കരനെതിരെയോ? അവരാർക്കെതിരെ കേസുമായി പോയാലും മത്തൻ്റെ ആത്മാവ് കൂടുതൽ ദുഃഖിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് തങ്ങൾക്ക് വരാനുള്ളത് വന്നു, തങ്ങൾ അനുഭവിക്കാനുള്ളത് അനുഭവിക്കണം എന്നതുകൊണ്ട് ആനിയമ്മ കേസിന് പോയില്ല. നാട്ടുകാരെല്ലാം കൂടി പിരിവ് നടത്തി കുറേ പണം നൽകി. ദിവസങ്ങൾ കഴിയും തോറും ആളുകൾ മരം വീണ് മരിച്ച മത്തനെ ക്രമേണ മറന്നു തുടങ്ങി. ആനിയമ്മയ്ക്ക് മുമ്പിൽ ജീവിതം പിന്നെയും ഒരു ചോദ്യചിഹ്നമായി നിന്നു. അവരിനി എന്ത് ചെയ്യും? നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പാർട്ട് നാളെ തന്നെ വരുന്നു. കൃത്യം ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ.